സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ ഒരു നാടൻ വർത്തമാനം പറയുക ഇങ്ങനെയാണ്: ബിരിയാണിയൊക്കെ അടിപൊളിയാണ്, പക്ഷെ വിളമ്പിയത് കക്കൂസിലായി പോയി എന്നൊക്കെ പറയും. അതേപോലെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ നടത്തിയ ഒരു ഗംഭീര പ്രസംഗം. അദ്ദേഹം പറയുന്നത് എന്തെന്നുള്ളത് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീരെ ദഹിക്കാൻ തീരെ സാധ്യതയില്ല. എന്നാലും കേട്ടോ കേട്ടോ. ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 50 അല്ല 60% നമുക്ക് ഇതെവിടെയെങ്കിലുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അടുത്ത സാധ്യതയാണെന്നൊരു സൂചന നൽകുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പായാനുള്ള ആർജവും നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ. പൊളി ഗംഭീരമായിട്ടുള്ള വർത്തമാനമാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത ഇലക്ഷനിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രം നിർത്തിയാൽ മതി എന്നാണ്. ഈ സമയത്ത് ഏതൊരു വലിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന സമയത്താണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഈ സമയത്ത് അവിടെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സുരേന്ദ്രൻജി ഇരിക്കുന്നുണ്ട്. പാവമനുഷ്യൻ എത്രയോ കാലമായി BJPയുടെ ബാനറിൽ ഒരുപാട് സ്ഥലത്ത് മത്സരിച്ച് നോക്കുന്നു, പക്ഷേ ഒരു സ്ഥലത്തും ക്ലച്ച് പിടിക്കുന്നില്ല. ഒരു സ്ഥലത്തും ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇതുവരെ അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ BJPക്കാർക്കോ ആ സ്ഥലത്തെ BJPക്കാർക്കോ തോന്നിയിട്ടില്ല. എന്തിനേറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ബൈ ഇലക്ഷൻ നമ്മുടെ നിയമസഭയ്ക്ക് നടന്നായിരുന്നു. രണ്ടിൽ വൻ പരാജയം ഏറ്റുവാങ്ങിച്ചിട്ട് എപ്പോഴാണ് പുറത്താക്കേണ്ടത്, എപ്പോഴാണ് മാറി നിൽക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്രൻജി. അപ്പോഴാണ് അദ്ദേഹം ഒക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ കയറിക്കൊണ്ട് നമ്മൾ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം നിർത്തിയാൽ മതി. അതൊന്നും ഒരു അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് തൃശ്ശൂർ ജയിച്ചത്. ഒരു തവണ തോറ്റു നമുക്കറിയാം, പിന്നീട് അദ്ദേഹം അവിടെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. തൃശ്ശൂർക്കാരുടെ ഉള്ളിൽ ഒരു വലിയ കൺമണിയായിട്ട് അദ്ദേഹം വളർന്നു. അവസാനം തൃശ്ശൂർ പൂരൊക്കെ കലക്കി, അതിഗംഭീരമായിട്ട് തൃശ്ശൂർ പൂരൊക്കെ കലക്കി. അത് ചില പോലീസുകാരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ പിടുത്തമൊന്നുമില്ല, അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുകയാണ്. എന്തായാലും ഞാൻ അങ്ങനെ സഹായിച്ചൊന്നും പറയുന്നില്ല, എല്ലാവരും കൂടി എൻ്റെ നിയന്ത്രണത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയായാലും അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ ജയിച്ചു. ആ ജയിച്ചു പോയതിന്റെ അഹങ്കാരത്തിന്റെ പുറത്ത് പറയുകയാണോ ഇങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം നിർത്തിയാൽ നിങ്ങൾ ഈ വലിയ ശതമാനക്കണക്കൊന്നും പറയണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ശതമാനക്കണക്ക് നമുക്ക് വോട്ട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ പല കണക്കുകളൊക്കെ വെച്ച് നമ്മളിങ്ങനെ എടുക്കാറുണ്ട്. അത്ര കണക്കൊന്നും പറയണ്ട. വിജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ നിർത്തുക, അവരെ വിജയിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടനെ പോലുള്ള ആളുകളെ മത്സരിപ്പിക്കുക, സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തുക. ഇതൊക്കെ കേട്ടിരിക്കേണ്ട ഗതികേട് വരുന്നുണ്ടല്ലോ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഈ വാക്കുകളെ കേട്ടിരിക്കേണ്ട ഗതികേട് വരുന്നുണ്ടല്ലോ നമ്മുടെ സുരേന്ദ്രൻജിക്ക് എന്നുള്ള. എന്നാലും കേട്ടുകൂട്ടോ, തുള്ളി വെള്ളമല്ല. അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ജയിച്ചാൽ മതിയാണ്. ജയിക്കുന്നത് മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്, ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ല. നമുക്ക് വിജയിച്ച എണ്ണം തിളച്ചു മറിയണം. തികറിലേക്ക് ഞാനിവിടെ ആലപ്പുഴ മണ്ണിൽ പിറന്നു വീണ ഒരു മകനെന്ന നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനോട് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹമാണ്, പ്രാർത്ഥന. അതാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. കാരണം സംസ്ഥാന അധ്യക്ഷനോട് ഇദ്ദേഹത്തിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും പറയുന്നത് ജയിപ്പിക്കുന്ന ആളുകളെ മാത്രം മത്സരിപ്പിക്കണം എന്നാണ്. അതൊന്ന് പാലക്കാട് ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെ നിർത്തി മത്സരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു വർത്തമാനമാണോ സുരേന്ദ്രൻജിയോട് സുരേഷ് ഗോപി ചേട്ടൻജി പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ കുറെ സ്ഥലത്ത് ഇങ്ങനെ മത്സരിച്ച് തോറ്റു നിൽക്കുന്ന സുരേന്ദ്രൻജിയോട് സുരേഷ് ഗോപി ചേട്ടൻജി പറഞ്ഞതായിരിക്കുമോ ഇനിയെങ്കിലും മാറി നിൽക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മതി നിങ്ങളൊക്കെ മത്സരിച്ചത്, ജയിക്കുമെന്ന് ഉറപ്പുള്ള എന്നെപ്പോലുള്ള ആളുകളൊക്കെ വെച്ച് മത്സരിപ്പിക്കൂ എന്ന് പറയുകയാണോ അറിയില്ല. തിരിച്ചിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനോടുള്ള സുരേന്ദ്രൻജിയുടെ മറുപടി ചിരി നമ്മൾ ആരും കണ്ടില്ല. എന്തോ ആവട്ടെ, ബാക്കി കേൾക്കാം. മാത്രമല്ല പാഴാവുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന നിരാശ എന്ന് പറയുന്നത് ഘനീഭവിച്ച അതൊരിക്കലും വളർച്ചയ്ക്കല്ല, തകർച്ചയ്ക്ക് മാത്രമാണ് വളർന്നു. ഇക്കാര്യങ്ങളിലൊക്കെ പുതിയ നിശ്ചയങ്ങൾ നമുക്കുണ്ടാകും. ഇതൊരു ധന്യമുഹൂർത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വേദി നിലകൊള്ളുന്ന വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആവണം പുതിയ
തീരുമാനങ്ങൾക്ക് എല്ലാ വേദിയും നമുക്ക് ആശംസകളും അഭിനന്ദനങ്ങളും മാത്രം വർദ്ധിക്കാനുള്ളത്. പൊതുവെ ഒരുപക്ഷെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണർത്തിയെടുക്കേണ്ടതായ ചില ചിന്തകളുണ്ടെങ്കിൽ അതിന്റെ ക്രോഡീകരണം കൂടി ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് ഉള്ള ചെറുപ്പങ്ങളെന്ന് വിളിച്ചാൽ അങ്ങനെ തന്നെ അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വരേണ്ടത് മുമ്പോട്ടുള്ള രീതിക്കുള്ള ശക്തി പകർന്നെടുക്കാൻ കഴിയുന്ന ആ സൃഷ്ടിയുണ്ടാണ്. എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ്. എന്തായാലും ഇദ്ദേഹം പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, പിന്നീട് മോദിജിയെ ഒരിക്കൽ കണ്ടതിന് ശേഷമാണ് എനിക്ക് രാഷ്ട്രീയം ഉണ്ടായെന്ന് പറയുന്നു. ആ രാഷ്ട്രീയം ഉണ്ടായതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഒട്ടും രാഷ്ട്രീയം ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ജോലി പോലും എൻ്റെ സമ്പത്തിനെ പോലും ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ചില ആൾക്കാർ പ്രവർത്തിച്ച കാരണമാണ് എനിക്ക് പിന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതാണ്. അതായത് തനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇറങ്ങാനുള്ളതാണോ രാഷ്ട്രീയം? ഇപ്പൊ രാഷ്ട്രീയം ഒരു ജോലിയായിട്ടൊക്കെയാണ് ഇദ്ദേഹം ഏറ്റെടുക്കുന്നത് അറിയില്ല. ഒപ്പം തന്നെ ഇതിന്റെ 5 പൈസ ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വടംബി സുരേന്ദ്രന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. ജയിക്കുന്നവർ മാത്രമേ മത്സരിക്കാൻ പാടൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇനി എത്ര ഇലക്ഷൻ കൊടുക്കുന്നു?